പ്പിക്കുന്നതിന് വേണ്ടി അല്ലെ? ആളുകൾ ചിലപ്പോൾ പറയും ഔലിയാക്കന്മാരെ വിടരുത്, മുഹദ്ദീൻ ഷെയ്ഖിനെ തള്ളി പറഞ്ഞവരാണിവർ, സഹാബത്തിനെ തള്ളി പറഞ്ഞവരാണിവർ, ബദരീങ്ങളെ തള്ളി പറഞ്ഞവരാണിവർ, അള്ളാഹിന്റെ റസൂലിനെ വേണ്ട എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന് കേൾക്കുമ്പോൾ പേടിയാവും. അള്ളാഹിന്റെ റസൂലിനെ തള്ളി പറഞ്ഞ ആൾക്കാരെ വാദം ഞാൻ എങ്ങനെ കേൾക്കും? അവന് പേടിയാവുകയാണ്. അതേ കാര്യമാണ് പഴയ കാലഘട്ടത്തിൽ മുശ്രിക്കുകളുടെ തലവന്മാർ കൊണ്ടു നടന്ന മാർഗം എന്താണോ അത് തന്നെയാണ് ഈ കാലത്തുള്ളത്. നമുക്ക് അവർ പറഞ്ഞത് നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഉപയോഗിച്ച് അവർ നിർത്തിയില്ല. അവർ ജനങ്ങളുടെ വികാരം ഇളക്കി വിടണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളവരുടെ പേരുകൾ പറയണം. വലാ തദറുന്ന വദ്ദനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, വലാ സുവാഇനെ ഉപേക്ഷിക്കരുത്, വലാ യഗൂഥ. അറബി പദത്തിൽ നിങ്ങൾ അറബി പദം പ്രയോഗിക്കുമെന്ന് എനിക്കറിയാം. ആ വലാ 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 എന്ന പദം ഊന്നി പറയാനാണ്. അല്ലെങ്കിൽ പൊതുവെ അറബിയിലെ നിയമം വലാ തദറുന്ന വദ്ദൻ വസുവാഅൻ വലാ വയഗൂഥ വയഊഖ എന്ന് പറഞ്ഞാൽ നിയമം കൃത്യമാണ്. എന്നാൽ ഊന്നി വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഊഖ വനസ്റ, ഇവരെ ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. യഊഖിനെയും നസ്റിനെയും ഒന്നും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട തലവന്മാർ പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു, ഹാദിഹി അസ്മാഉ റിജാലിൻ സാലിഹീൻ, ഈ പറഞ്ഞതെല്ലാം വദ്, സുവാഇ, യഗൂഥ, യഊഖ്, നസ്ർ, ഈ പേരുകളെല്ലാം അസ്മാഉ റിജാലിൻ സാലിഹീന, സാലിഹീങ്ങളായ ചില മനുഷ്യരുടെ പേരുകളാണ്. മിൻ ഖൗമി നൂഹ്, നൂഹ് നബിയുടെ ജനതയിൽപ്പെട്ടവരായിരുന്നു അവർ.